കവിയും എഴുത്തുകാരനുമായ ഗ്രാമീണൻ്റെ മഞ്ചാടി വൈഡൂര്യം എന്ന കഥാസമാഹാരത്തിൽ നിന്ന് ഒരു കഥ. മോക്ഷം. സാരമില്ല, എൻ്റെ ഉണ്ണി വിഷമിക്കേണ്ട കേട്ടോ. ഇളയമ്മ നെഞ്ചിൽ ചേർത്ത് ആശ്വസിക്കുമ്പോഴേക്കും ഞാൻ ഉണർന്നിരുന്നു. ഒരു സ്വപ്നം പോലെ. പരിചിതമല്ലാത്ത മുറിയിൽ ജീവൻ രക്ഷായന്ത്രങ്ങളുടെ നേർത്ത ശബ്ദങ്ങളിൽ. ഞാൻ എവിടെയാണ്? കണ്ണുകൾ ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ പ്രയാസപ്പെടുമ്പോൾ ദൂരെ കണ്ണാടിച്ചില്ലിലെ ചുവന്ന അക്ഷരങ്ങൾക്കും അപ്പുറത്ത് അവ്യക്തമായി മാധവൻ മാമ. ചുണ്ടുകൾ ചലിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കണ്ണുകൾ മയക്കത്തിലേക്ക്. ഇളയമ്മയുടെ ശ്രാദ്ധത്തിന് വന്നതായിരുന്നു മാധവൻ മാമ. വാതോരാതെ പുരാണ കഥകൾ പറയുന്ന അദ്ദേഹത്തെ എൻ്റെ മക്കൾക്ക് ഏറെ ഇഷ്ടമായി. കഥ പറച്ചിലിൻ്റെ സുഖം മിഥുനിലും അക്ഷയയിലും വിവിധ ഭാവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പണ്ടേ മാധവൻ മാമ അങ്ങനെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എന്തെല്ലാം കഥകളാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. പണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് ആ മടിയിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അച്ഛൻ അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അച്ഛനും അദ്ദേഹവും ചേർന്നാൽ പിന്നെ വീടൊരു സാഹിത്യ സദസ്സാണ്. അക്ഷരശ്ലോകവും സംവാദവും. ചർച്ചയ്ക്കിടെ ചായ, മുറുക്ക് ഇവയ്ക്കൊക്കെയുള്ള വിളികൾ അടുക്കളയിൽ എത്തിക്കൊണ്ടേയിരിക്കും. അമ്മയ്ക്കും ഇളയമ്മയ്ക്കും പലപ്പോഴും ദേഷ്യം വരും. മനസ്സ് പിന്നിലേക്കൊന്ന് പാഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണു നിറഞ്ഞു. സത്യത്തിൽ അച്ഛൻ മരിച്ച ശേഷം എന്നെയും പാർവിനെയും അല്ലലില്ലാതെ വളർത്തിയത് ഇളയമ്മയാണ്. അച്ഛൻ്റെ മരണം എൻ്റെ അമ്മയെ ആകെ തളർത്തി. ഞാനന്ന് 3-ലോ 4-ലോ ആണ്. പാറു സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. എടി ചേച്ചി, നിനക്ക് ഞാനുണ്ട്. ഇവർ എൻ്റെ കുട്ടികളല്ലേ? അമ്മയുടെ കൈപിടിച്ച് ഇളയമ്മ ആശ്വസിപ്പിച്ചു. പോയവരെ തിരിച്ചു കൊണ്ടുവരാനാകില്ലല്ലോ. ഇളയമ്മയ്ക്ക് സർക്കാർ ജോലിയുണ്ടായിരുന്നു. അന്നു മുതൽ എനിക്കും പാറുവിനും 2 അമ്മയാണ്. അച്ഛനെന്നത് ഓർമ്മകളിൽ പോലും ഇല്ലാതാക്കിയ സ്നേഹമായിരുന്നു ഇളയമ്മയുടേത്. ഞങ്ങൾക്കായി ഇളയമ്മ വിവാഹമെന്ന സ്വപ്നം തന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ എല്ലാം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിറവേറ്റി തന്നത് ഇളയമ്മയാണ്. അച്ഛൻ മരിക്കുന്നവരെ മാധവൻ മാമ ഞങ്ങളോടൊപ്പമായിരുന്നു. അതിനുശേഷം ദേശാന്തരിയായി അദ്ദേഹം എവിടെയൊക്കെയോ അലഞ്ഞ് വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരും. 1-2 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, അതിൽ കൂടുതൽ തങ്ങാറില്ല. അദ്ദേഹം വരുമ്പോൾ വീട് ഭക്തിസാന്ദ്രമാകും. ഭജനയും കീർത്തനവും വിവിധ ക്ഷേത്രങ്ങളിലെ പ്രസാദവും പിന്നെ പുരാണ കഥകളും. അന്നൊക്കെ ഒരു രസമായിരുന്നു. എന്നാലും ഒടുവിൽ ഒരു കരച്ചിലാണ് അവസാനം. അമ്മ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് കരയും. മാധവൻ മാമ ഒരു നിശ്വാസത്തോടെ മുറുക്കാൻ വായിലാക്കി ചവച്ച് ചാരുകസേരയിൽ ചാഞ്ഞു കിടക്കും. സഞ്ജയാ, നാളെ രാവിലെ ഞാൻ പോകൂട്ടോ. ഇനി ഉടനൊരു വരവുണ്ടാവില്ല. അവളുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു വേവ. പിന്നെ സമയമായിച്ചാ ഭഗവാനേ, സർവശക്ത. ഇളയമ്മ മരിച്ചിട്ട് 41 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അസ്ഥിത്തറയിൽ മുടങ്ങാതെ വിളക്ക് വയ്ക്കാൻ മിഥുനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ശ്രാദ്ധത്തിന് കൃത്യമായി മാധവൻ മാമ എത്തി. അമ്മയുടെ കണ്ണുനീര് ഇതുവരെ തോർന്നിട്ടില്ല. മിഥുനും ഏറെ വിഷമമുണ്ട്. കുഞ്ഞുനാൾ മുതൽ അവൻ പറ്റിച്ചേർന്നുറങ്ങുന്നത് ഇളയമ്മയുടെ അടുത്താണ്. ഇളയമ്മയുടെ വയറിനോട് ചേർന്ന് ഇടതുഭാഗത്ത് ഒരു ഉണ്ണിയുണ്ട്. വലത് തള്ളവിരൽ വായിലും മറ്റേ കൈ ഇളയമ്മയുടെ ഉണ്ണിയിലും തിരിപ്പിടിപ്പിച്ചാണ് അവൻ്റെ ഉറക്കം. മാധവൻ മാമേ, ഇനി എങ്ങോട്ടാ യാത്ര? അങ്ങനെയൊന്നുമില്ല. ശുചീന്ദ്രത്തൊന്ന് പോകണം. കുഞ്ഞാത്ത അവിടെ പോകണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവളെ കൊണ്ടുപോകാനൊത്തില്ല. കുഞ്ഞാത്ത എന്നാണ് മാധവൻ മാമ ഇളയമ്മയെ വിളിക്കാറ്. ഇപ്പോഴാവുമ്പോൾ അവൾക്ക് വരാമല്ലോ. എവിടെ വേണേലും. വഴിച്ചെലവും മറ്റും കൊടുക്കണ്ടല്ലോ. ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു നെടുവീർപ്പിട്ട് മാധവൻ മാമ. അല്ല മാമ. എന്തടാ? ഈ യാത്രയിൽ ഞാനും കൂടെ വരട്ടെ? നിനക്ക് ലീവുണ്ടോ? ഇളയമ്മയുടെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കിയാൽ കൊള്ളാമെന്നുണ്ട്. മാത്രവുമല്ല, ഒരു യാത്ര എനിക്കും ആവശ്യമുണ്ട്.
യാത്ര നല്ലതാണ്. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി വരുമ്പോൾ മനസ്സൊന്ന് ശാന്തമാകും. എനിക്കറിയാം നിനക്ക് അവളോടുള്ള സ്നേഹം. എല്ലാം നിനക്ക് വേണ്ടി ആയിരുന്നല്ലോ അവൾ ചിലവഴിച്ചിരുന്നത്. നീ എന്ത് ചെയ്താലും അതിന് പകരമാവില്ലടാ. പക്ഷേ ഇവിടെ കുട്ടിയോളും ശാലുവും നിൻ്റെ അമ്മയും ഒറ്റയ്ക്കാവില്ലേ? മുമ്പായിരുന്നതിൽ കുഞ്ഞാത്ത ഉണ്ടായിരുന്നു. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടർന്നു. ജാനിച്ചേട്ടത്തിക്കാണെങ്കിൽ ഒരു ചിറകൊഴിഞ്ഞ മാതിരിയായി അവളുടെ മരണം. ഇല്ല മാമ, എന്തായാലും ഈ യാത്രയിൽ ഞാനും ഉണ്ട്. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാം, സാരമില്ല. 1-2 ആഴ്ച ശാലുവിൻ്റെ അനിയൻ സുഗുവിനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. അവന് ഇവിടുന്നായാലും അവിടുന്നായാലും ഏകദേശം ഒരേ ദൂരം തന്നെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ വാരണാസി ആയിരിക്കും നല്ലത്. മനസ്സിലെ ദുഃഖങ്ങൾ കഴുകിക്കളഞ്ഞ് പുതുജീവൻ നൽകാൻ അത് ഉപകരിക്കും. ആട്ടെ, അവളോട് പറഞ്ഞോ? ഇതെൻ്റെ തീരുമാനമാണ്. ആരെതിർത്താലും എതിർത്തില്ലെങ്കിലും എനിക്ക് ഈ യാത്ര കൂടിയേ തീരും. ടിക്കറ്റിനായി റെയിൽവേയിലെ മധുവിനെ വിളിച്ചു നോക്കി. പെട്ടെന്ന് പറഞ്ഞതിനാൽ ടിക്കറ്റ് കിട്ടുക പ്രയാസമായിരുന്നു. എങ്കിലും 2 ടിക്കറ്റ് അടുത്ത ആഴ്ചത്തേക്ക് ശരിയാക്കി തന്നു. മാധവൻ മാമയെ പോലെ ഒരു തുണിസഞ്ചിയിൽ കൊള്ളുന്ന വസ്ത്രങ്ങളെ ഞാനും കരുതിയുള്ളൂ. ഒപ്പം ഇളയമ്മയുടെ ചിതാഭസ്മവും ഭദ്രമായി സൂക്ഷിച്ചു. 2 പേർക്കുള്ള കൂപ്പയായതിനാൽ മറ്റുള്ളവരുടെ അലോസരം ഉണ്ടായില്ല. യാത്രയിൽ ഓരോ ദിവസവും ഓരോ സംഭവ കഥകളും ബുദ്ധചരിത്രവും എന്ന് വേണ്ട മാധവമാമ നിരന്തരം കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വാരണാസി അടുക്കാറായി. മാധവമാമ പറഞ്ഞു, സഞ്ജയ, വാരണാസിയെക്കുറിച്ച് നിനക്കറിയുമോ? മഹാഭാരതത്തിൽ പോലും ആ പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മോക്ഷപ്രാപ്തി തേടി അലഞ്ഞെത്തുന്ന ഭക്തരുടെ അഭയ കേന്ദ്രമാണ് അവിടെ. കൈലാസത്തിലെ പരമശിവന്റെ ജടയിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങിയ നദിയായ ഗംഗയുടെ സംഗമസ്ഥാനം. പവിത്ര നദികളുടെ സംഗമം കൊണ്ട് കുലീനമാണ് വാരണാസി. കാശി വിശ്വനാഥൻ്റെ കാൽക്കൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് മോക്ഷദായകമായ ഒരു ചെയ്തിക. ഭഗവാനേ കൈലാസനാഥ. മാധവമാമ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. മനസ്സ് അസ്വസ്ഥമായിരുന്നു. ചിന്തകൾ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. മനസ്സ് നിറയെ ഇളയമയാണ്. ആ മുഖം, ആ സ്നേഹം, അതോർക്കുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. സഞ്ജയ, നീ എന്താ ഇങ്ങനെ? അവൾക്ക് ദൈവം ആയുസ് അത്രയേ കൽപ്പിച്ചിട്ടുള്ളൂ. നീ കരയാതിരിക്കേ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെന്ന് മനസ്സിലായത് മാധവമാമ എൻ്റെ കണ്ണ് തുടച്ചപ്പോഴാണ്. മാമ, ആയുസ് തീരാതെയാണ് എൻ്റെ അമ്മ മരിച്ചതെങ്കിലോ? അവരെ ആരെങ്കിലും കൊന്നതാണെങ്കിലോ? ഒന്നും മനസ്സിലാകാതെ എന്നെ മിഴിച്ചു നോക്കിയിരുന്ന മാധവമാമയെ നോക്കി ഞാൻ വീണ്ടും പറഞ്ഞു, അതെ, ഇളയമ്മ മരിച്ചതല്ല, കൊന്നതാണ്. വേറെ ആരുമല്ല, ഞാൻ. എൻ്റെ ഈ കൈകൾ കൊണ്ട്. മോനെ സഞ്ജയ, എന്താടാ നീ പറയണത്? മാമനൊന്നും മനസ്സിലാകുന്നില്ല. അതെ മാമ, ഞാനാ കൊന്നത്. ആരും അറിയാതെ. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ പകർന്നു കൊടുത്ത വിഷം യാതൊരു മടിയുമില്ലാതെ സന്തോഷത്തോടെ വാങ്ങി കുടിച്ചിട്ടാണ് ഇളയമ്മ മരിച്ചത്. അറിഞ്ഞുകൊണ്ട് തന്നെ. മോനെ, നീ എന്തിന്? നീണ്ട ഒരു നിശ്വാസത്തിന് ശേഷം ഞാൻ പറഞ്ഞു തുടങ്ങി. എൻ്റെ വിവാഹം അതൊരു യാദൃശ്ചിക സംഭവമായിരുന്നു. മാമനറിയാലോ, എവിടെയോ ഒരിഷ്ടത്തിൽ നിന്നുള്ള തുടക്കം. അമ്മമാർ എതിർത്തെങ്കിലും പിന്നീട് ആ സ്നേഹത്തിന് മുന്നിൽ പകരം വയ്ക്കാൻ ഒന്നുമില്ലാത്ത പോലെ അടിയറവ് പറഞ്ഞ എന്നെ അവർ സ്വീകരിക്കുകയായിരുന്നു. ആ തണലിൽ അമ്മയുടെ സ്നേഹം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തന്ന സംഭവമായിരുന്നു ആ സ്വീകരിക്കൽ. ആദ്യ നാളുകളിൽ ശാലുവിനും അതൊരനുഗ്രഹമായിരുന്നു. പിന്നെ പതിയെ എന്തുകൊണ്ടോ അവൾ ഇളയമ്മയെ വെറുത്തു തുടങ്ങി. എന്നോടുള്ള അമിത സ്നേഹമോ സ്വാർത്ഥതയോ എന്താണെന്നറിയില്ല. ക്രമേണ അവളൊരു പകയാക്കി. ഇളയമ്മയുടെ ശാസനകൾ
അവൾക്ക് അരിശത്തിൻ്റെ തോത് കൂട്ടിയതേ ഉള്ളൂ. ഒടുവിൽ പോര് നേർക്കുനേരെയായി. വിദ്വേഷം മനസ്സിൽ കാർമുകിലാക്കി പലപ്പോഴും അവൾ പെയ്തിറങ്ങി. വീട്ടുകലഹവും കുടുംബകലഹവും സർവ്വസാധാരണമായി. എന്നെ ഞാനാക്കിയ അമ്മയ്ക്ക് ഒരു നേരത്തെ സ്വസ്ഥത നൽകാനാകാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഒരു വീട്ടിലെ 2 ചേരികളുടെ മധ്യത്ത് നിർവികാരനായി നിൽക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. എൻ്റെ മക്കൾ വലുതായി. വഴക്കുകളുടെ ആഴം പലപ്പോഴും അവരെ വ്യസനത്തിലേക്ക് തള്ളിവിട്ടു. ഇളയമ്മയെ വീട്ടിൽ നിന്ന് പുറന്തള്ളാൻ എനിക്കാവില്ല. ഒന്നുകിൽ ഞാൻ ചത്തൊഴിയണം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുഴുവനും എനിക്കായി ചെലവഴിച്ച എൻ്റെ അമ്മയെ അനാഥാലയത്തിൻ്റെ പടിപ്പുരയിലേക്ക് തള്ളിവിടണം. അതിനേക്കാൾ ആ അമ്മയെ മരണത്തിലേക്ക് അയക്കുകയല്ലേ അഭികാമ്യം എന്നെനിക്ക് തോന്നിപ്പോയി. എൻ്റെ ഇളയമ്മ അനാഥയല്ല. ആ അമ്മ വളർത്തിയെടുത്ത ഈ കൈകൊണ്ട് തന്നെ അവരെ യാത്രയാക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രായത്തിൻ്റെ അസ്വാരസ്യങ്ങൾ, പല ചെറുരോഗങ്ങളും അമ്മയെ തേടിയെത്തിയപ്പോൾ ഒരവസരത്തിനായി ഞാൻ കാത്തിരുന്നു. ഒടുവിൽ മിഥുൻ നേരത്തെ ഉറങ്ങിയ ഒരു ദിവസം ഇളയമ്മ സാധാരണ കഴിക്കാറുള്ള കഷായത്തിൽ വിഷം പകർന്നു കൊടുത്ത് അവരെ ഞാൻ അവസാനത്തെ തുള്ളി കുടിച്ചു തീർക്കുമ്പോൾ അമ്മയോട് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. ഒന്ന് ചിരിച്ച് എന്നെ പുണർന്ന് ഇളയമ്മ ഉറങ്ങാതെ കിടന്നു. ആരും അറിഞ്ഞില്ല. ഉറക്കം വരാതെ പിറ്റേന്ന് പുലർച്ചെ വരെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഞാൻ കുത്തിയിരുന്നു. അമ്മയുടെ നിലവിളി, അതാണ് ആ മരണത്തെ ഞാൻ ഉറപ്പിച്ചത്. എൻ്റെ ചെവിയിലൂടെ ഒരു തരിപ്പ് തലച്ചോറിലേക്ക് ഇരച്ചു കയറി. എനിക്ക് കുറച്ചുനേരം ഒന്നും തിരിച്ചറിയാനായില്ല. സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയപ്പോഴെനിക്ക് മനസ്സിലായി, എൻ്റെ കർണത്ത് മാധവമ്മാമ്മയുടെ കൈ പതിഞ്ഞതാണെന്ന്. ഞാൻ ആ കാലുകളിലേക്ക് കുമ്പിട്ട് വീണ് മാപ്പപേക്ഷിച്ചു. അദ്ദേഹം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സഞ്ജയ മോനെ. ഗംഗയുടെ നെഞ്ചിലേക്ക് പതുകി ഇറങ്ങുമ്പോൾ മാധവമ്മാമ്മയും ഒപ്പം വന്നിരുന്നു. മുങ്ങി നിവരുമ്പോൾ മാധവമ്മാമ്മ ചെവിയിൽ പറഞ്ഞു, ഇതിവിടെ അവസാനിക്കുന്നു. എല്ലാ പാപവും മനസ്സിൽ നിന്ന് കഴുകിക്കളയുക. കുഞ്ഞാത്തയോളം നിന്നെ അറിയുന്ന ആരുമില്ല. അവൾ നിനക്ക് എന്നേ മാപ്പ് തന്നിരിക്കും. ഗംഗയുടെ മാറിലൂടെ ഒഴുകി നീങ്ങിയ നാക്കിലയിൽ ഇളയമ്മയുടെ ഉണ്ണിപ്പോലെ ഒരു ചെറുപിണ്ടം. ഇളയമ്മ എന്നെ മാടി വിളിക്കും പോലെ ഞാൻ ഒന്നുകൂടി ഗംഗയുടെ ആഴത്തിലേക്ക് മുങ്ങിത്താണു. ഇളയമ്മ ഞാനും വരുന്നു. സഞ്ജയ മോനെ എന്ന മാധവമ്മാമ്മയുടെ വിളി കേൾക്കാതിരിക്കാൻ ഗംഗ എൻ്റെ ചെവി പൊത്തിപ്പിടിച്ച് ഇളയമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു, ഒരു കുളിരൊഴുക്ക് പോലെ.